എല്ലാവർക്കും ലിബേർഷി അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും KSൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് ആ പരീക്ഷയുടെ ഡീറ്റെയിൽസ് എന്നുമാണ് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ 2025 വിജ്ഞാപനം വരാൻ പോവുകയാണ്. അപ്പോൾ അത് മാർച്ച് 7 എന്ത് ചെയ്യാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അത് കണക്ക് തന്നെ ഫെബ്രുവരി 16 2026 ഫെബ്രുവരി 16 ഇതിൻ്റെ എന്ത് ചെയ്യും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്നായിരുന്നു ഈ KSൻ്റെ പെട്ടെന്നുള്ള ഈ ഒരു വിജ്ഞാപനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അത് കണക്ക് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അത് കണക്ക് തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ വിവരങ്ങൾ എന്ത് ചെയ്യുക എത്തിക്കുക. അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് 2019 ഒരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. അതായിരുന്നു ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് പ്രകാരം ഒരു പരീക്ഷ നടത്തി 2021 റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്ന KS പുതിയൊരു വിജ്ഞാപനം നടത്തുന്നത്. അപ്പോൾ അത് പെട്ടെന്നായിരുന്നു. ഇനി നമുക്ക് കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ പരീക്ഷയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ മാർച്ച് 7 ആയിരിക്കും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നത് പ്രസിദ്ധീകരിക്കുന്നത്. അത് കണക്ക് തന്നെ അതിൻ്റെ പ്രാഥമിക പരീക്ഷ ജൂൺ 14 2025 ജൂൺ 14 അതേ കണക്ക് തന്നെ മെയിൻസ് പരീക്ഷ വിവരണാത്മക പരീക്ഷ 2025 ഒക്ടോബർ 17-18 ദിവസങ്ങളിലായിട്ട് നടക്കും. അതേ കണക്ക് തന്നെ 2026 ജാനുവരിയിൽ ഇതിൻ്റെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖം നടക്കുകയും 2026 ഫെബ്രുവരി 16 ഇവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു KS പരീക്ഷയിൽ അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെയാണ് എക്സാമിൻ്റെ പാറ്റേൺ, അത് കണക്ക് തന്നെ എത്ര രീതിയിലാണ് എത്ര ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ഇനി കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ലോണം വർക്ക് ചെയ്യുക, ഈ ഒരു പരീക്ഷ എന്ത് ചെയ്യുക ക്രാക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. നമുക്ക് 2 ഘട്ടങ്ങളിലായിട്ട് മെയിൻസ് പ്രിലിംസ് പരീക്ഷയും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് KS പരീക്ഷ നടക്കുന്നത്. അപ്പോൾ പ്രിലിംസ് പരീക്ഷ 2 പേപ്പറും അത് കണക്ക് തന്നെ മെയിൻസ് പരീക്ഷ 3 പേപ്പറിലുമായിട്ട് 100 മാർക്ക് വീതമാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. പ്രിലിംസ് പരീക്ഷ എന്താണ് OMR പരീക്ഷയാണ്. അതേസമയം മെയിൻസ് പരീക്ഷ എന്താണ് റിട്ടൺ പരീക്ഷയാണ്. മെയിൻസ് പരീക്ഷയിൽ 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ചോദ്യങ്ങളായിരിക്കും കാണുന്നത്. പ്രിലിംസ് പരീക്ഷയിൽ ഓരോ മാർക്കിൻ്റെ 100 ചോദ്യം വീതമുള്ള 2 പേപ്പറുകളാണ് കാണുന്നത്. പ്രിലിംസ് പരീക്ഷ ആദ്യത്തെ ഒറ്റ ദിവസമായിട്ട്, അതായത് പ്രിലിംസ് പരീക്ഷ ഒരൊറ്റ ജൂൺ മാസത്തിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ജൂൺ മാസത്തിൽ ഒറ്റ ദിവസമായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അതേസമയം മെയിൻസ് പരീക്ഷയിലേക്ക് വരികയാണെങ്കിൽ മെയിൻസ് പരീക്ഷ 2 ദിവസമായിട്ടാണ് നടക്കുന്നത്. ഒക്ടോബർ 16-17 ദിവസങ്ങളിലായിട്ടാണ് മെയിൻസ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. അത് കണക്ക് തന്നെ ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ ഏത് മാസമായിട്ട് ജാനുവരി മാസത്തിലായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസിലേക്ക് നോക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിലിമിനറി എക്സാമിനെ പറ്റി നോക്കുകയാണെങ്കിൽ പ്രിലിമിനറി പരീക്ഷ 2 പേപ്പറിലായിട്ട് രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് 2 പേപ്പറിലായിട്ട് 100 മാർക്ക് വീതമുള്ള പരീക്ഷയാണ്. ഇതെന്താണ് ഒരു OMR പരീക്ഷയാണ്. അപ്പോൾ ഇതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പേപ്പറിൻ്റെ അകത്ത് നമുക്ക് ഹിസ്റ്ററി, അത് ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും പഠിക്കാറുണ്ട്. അതിൻ്റെ അകത്ത് ഏൻഷ്യൻറ്റ്, മിഡീവൽ, മോഡേൺ, അതുപോലെ തന്നെ കേരള ഹിസ്റ്ററിയുടെ 18ാം നൂറ്റാണ്ട് തൊട്ടുള്ള ഏരിയ പഠിക്കാറുണ്ട്. അതേ കണക്ക് തന്നെ വേൾഡ് ഹിസ്റ്ററി ലോകചരിത്രത്തിൻ്റെ മിഡ് 18th സെഞ്ച്വറി മുതലും പഠിക്കേണ്ടതുണ്ട്. അതേ കണക്ക് തന്നെ കേരളത്തിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജിനെ പറ്റി പഠിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടും പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടും പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റിയിട്ടും ഗവർണൻസിനെ പറ്റിയിട്ടും സോഷ്യൽ ജസ്റ്റിസിനെ പറ്റിയിട്ടും ഇൻ്റർനാഷണൽ റിലേഷനെ പറ്റിയിട്ടും പഠിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ റീസണിങ്, മെൻ്റൽ എബിലിറ്റി, മാത്സ് എന്ത് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പേപ്പറിൽ പഠിക്കേണ്ടതുണ്ട്. ജോഗ്രഫിയും പഠിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് പേപ്പറിലേക്ക് പോവുകയാണെങ്കിൽ സെക്കൻഡ് പേപ്പറിലാണ് എക്കണോമിയും എക്കണോമിക് പ്ലാനിങ്ങിനെ പറ്റിയും പഠിക്കേണ്ടതുണ്ട്. അതേ കണക്ക് തന്നെ
സയൻസ് ആൻഡ് ടെക്നോളജി അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് സെക്കൻഡ് പേപ്പറിൽ. കൾച്ചറൽ ഈവൻറ്റ്സ്, അതായത് കറണ്ട് അഫേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. കറണ്ട് അഫേഴ്സ് ഫുൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നോക്കേണ്ടതുണ്ട്. ആണ് തന്നെ ഇംഗ്ലീഷും പിന്നെ ഭാഷ, മലയാളം, തമിഴ്, കന്നഡ, ഇതിലേതെങ്കിലും ഒരു ഭാഷ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ട്. ഇത് ഇത്രയാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മെയിൻസ് പരീക്ഷയിലേക്ക് പോവുകയാണെങ്കിൽ, മെയിൻ പരീക്ഷ എന്ന് പറയുന്നത് റിട്ടൺ പരീക്ഷയാണ്. 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെയും ചോദ്യങ്ങളുള്ള ഒരു റിട്ടൺ പരീക്ഷയാണ്. 2 മണിക്കൂറാണ് സമയമെന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പേപ്പർ 1, 2, 3 എന്ന് പറയുന്ന 3 പേപ്പറുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് പേപ്പർ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് പേപ്പറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് OMR പരീക്ഷയുടെ അകത്ത് പറഞ്ഞ ഫസ്റ്റ് പേപ്പറിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. പക്ഷേ ഫസ്റ്റ് പേപ്പറിൽ ഉള്ള എല്ലാ കാര്യങ്ങളും 3 പേപ്പറിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേപ്പറിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ പേപ്പറിൽ ഹിസ്റ്ററിയാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഹിസ്റ്ററി, കൾച്ചർ, ഹെറിറ്റേജ് ഓഫ് കേരളയാണ് പറയുന്നത്. സെക്കൻഡ് പേപ്പറിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റിയും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഗവർണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി, ഇൻ്റർനാഷണൽ റിലേഷനൊക്കെയാണ് പറയുന്നത്. അതേ കണക്ക് തന്നെ അതിൻ്റെ അകത്ത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. പിന്നെ കറണ്ട് ഇഷ്യൂസ് ഇൻ ഗിവൻ ടോപ്പിക്ക്, മോളിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിൻ്റെ കറണ്ട് ഇഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ പേപ്പറിൽ പറയുന്നുണ്ട്. മൂന്നാമത്തെ പേപ്പറിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സെക്കൻഡ് പേപ്പറിലുള്ള എക്കണോമി ആൻഡ് പ്ലാനിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്തും പറയുന്നുണ്ട്, ജോഗ്രഫിയും പറയുന്നുണ്ട്. അതേ കണക്ക് തന്നെ ജോഗ്രഫിയും ഈ എക്കണോമിക് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് ഇഷ്യൂസിനെ പറ്റിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് സിലബസ് എന്ന് പറയുന്നത്. പ്രിലിമിനറിയും മെയിൻസ് പരീക്ഷകളുടെ സിലബസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് 50 മാർക്കിനാണ്. അതുപോലെ തന്നെ പ്രിലിമിനറി പരീക്ഷ 100 മാർക്കിൻ്റെ 2 പേപ്പറും, അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷ 100 മാർക്ക് വീതമുള്ള 3 പരീക്ഷയുമായിട്ടാണ് നടത്തുന്നത്. അത് ഒരു ദിവസം 2 പരീക്ഷ, രാവിലെ ഉച്ചയ്ക്കും, അടുത്ത പരീക്ഷ അടുത്ത ദിവസമായിട്ടാണ് നടത്തുന്നത്. മെയിൻസ് പരീക്ഷ എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. അതേസമയം പ്രിലിം പരീക്ഷ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതാണ് തന്നെ ഇൻ്റർവ്യൂ 50 മാർക്കിൻ്റെ ഇതുമാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ടത് ഇത് നമുക്ക് ഏതൊക്കെ ഭാഷയിൽ എഴുതാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ പേപ്പർ കാണും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷയിൽ എന്ത് ചെയ്യാം, എഴുതാവുന്നതാണ്. അത് കണക്ക് തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ആദ്യത്തെ പ്രിലിമിനറി മെയിൻസ് പരീക്ഷ ടോട്ടൽ ഏകദേശം 500 മാർക്കിനാണ് പരീക്ഷയെന്ന് പറയുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കൂടെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ റാങ്ക് പ്രസിദ്ധീകരിക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതേ കണക്ക് തന്നെ പ്രതീക്ഷിത ഒഴിവുകളെന്ന് പറയുന്ന, ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാലേ അറിയാൻ പറ്റും. ഏകദേശം ഒരു 31 വേക്കൻസി വരെയാണ് ഇതുവരെ എന്ത് ചെയ്യുന്നത്, പത്രങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കൊരു നല്ലൊരു പ്രതീക്ഷയോടുകൂടി ഒരു പരീക്ഷ എന്ത് ചെയ്യാം, നോക്കി കാണാം. ഇനി കുറച്ച് സമയമുള്ളൂ. ജൂണിലാണ് പരീക്ഷ, 2-3 മാസങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ലോണം ഇരുന്ന് പഠിക്കുക. നല്ലോണം ഇരുന്ന് പഠിച്ചാൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു എക്സാം എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഞാൻ എൻ്റെ ഒരു വിജയാശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവരും പഠിക്കുക. നമ്മുടെ ലിബോഷി അക്കാഡമിയുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾ ഈ തവണത്തെ കേസ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, പറയുക. എല്ലാവർക്കും ഒരു വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.